യുഎസിലെ വൈറ്റ് ഹൌസിന് പുറത്തുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ സുരക്ഷാ പോസ്റ്റിന് നേരെ വെടിയുതിർത്ത തോക്കുധാരിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 21 വയസ്സുകാരനായ നാസിർ ബെസ്റ്റാണ് അക്രമം നടത്തിയതെന്ന് പ്രമുഖ മാധ്യമമായ ന്യൂയോർക്ക് പോസ്റ്റാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതേസമയം കൃത്യമായ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ലെങ്കിലും ഇയാൾ കടുത്ത മാനസിക അസ്വാസ്ഥ്യം നേരിട്ടിരുന്നതായും താൻ യേശുക്രിസ്തുവിന്റെ പുനർജന്മമാണെന്ന് വിശ്വസിച്ചിരുന്നതായും അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തി. എന്തായാലും അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയായ വൈറ്റ് ഹൌസ് കോംപ്ലക്സിന് തൊട്ട് പുറത്തുണ്ടായ ശക്തമായ വെടിവെപ്പിനിടെ മാധ്യമപ്രവർത്തകർ പരിഭ്രാന്തരായി സുരക്ഷിത സ്ഥാനം തേടുന്നതിന്റെ നടുക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. വൈറ്റ് ഹൌസിന്റെ നോർത്ത് ലോണിൽ തത്സമയ വാർത്താ റിപ്പോർട്ടിംഗിനായി തയ്യാറെടുക്കുകയായിരുന്ന മാധ്യമപ്രവർത്തകരാണ് വെടിയൊച്ച കേട്ട് പ്രാണരക്ഷാർത്ഥം നിലത്തുകിടന്നത്. ABC ന്യൂസിന്റെ പ്രമുഖ ലേഖിക സെലീന വാങ് ഉൾപ്പെടെയുള്ളവർ സംഭവസ്ഥലത്ത് തത്സമയ സംപ്രേഷണത്തിന് തൊട്ടു മുമ്പ് നിൽക്കുമ്പോഴാണ് തുടർച്ചയായ വെടിയൊച്ചകൾ കേട്ടത്. സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉച്ചത്തിൽ മുന്നറിയിപ്പ് നൽകുന്നതും മാധ്യമപ്രവർത്തകരോട് എത്രയും വേഗം നിലത്തുകിടക്കാനും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാനും ആവശ്യപ്പെടുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ക്യാമറകൾ ഓൺ ആയിരുന്ന സമയത്താണ് ഈ നാടകീയ രംഗങ്ങളെല്ലാം ഒപ്പിയെടുത്തത്. വൈറ്റ് ഹൌസ് കോംപ്ലക്സിന് തൊട്ടു പുറത്തുള്ള 17 സ്ട്രീറ്റ്, പെൻസിൽവാനിയ അവന്യൂ, നോർത്ത് വെസ്റ്റ് എന്നീ റോഡുകൾ ചേരുന്ന ഭാഗത്താണ് വെടിവെപ്പ് നടന്നത്. സംഭവത്തിൽ 2 പേർക്ക് പരിക്കേറ്റു എന്നാണ് വിവരം. വെടിവെപ്പ് നടത്തിയ സായുധനായ അക്രമിക്ക് US സീക്രട്ട് സർവീസിന്റെ പ്രത്യാക്രമണത്തിൽ മരണം സംഭവിച്ചിട്ടുണ്ട്. വെടിവെപ്പ് നടക്കുന്ന സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിനുള്ളിൽ ഉണ്ടായിരുന്നു. ഇറാനുമായുള്ള പുതിയ കരാർ ചർച്ചകളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഓഫീസിൽ തുടരുന്ന സമയത്താണ് തൊട്ടപ്പുറത്ത് ഈ സുരക്ഷാ വീഴ്ചയുണ്ടായത്. എന്നാൽ പ്രസിഡന്റ് പൂർണ്ണ സുരക്ഷിതനാണെന്ന് US ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. ആക്രമണമുണ്ടായ ഉടൻ തന്നെ വൈറ്റ് ഹൌസ് പൂർണ്ണമായി ലോക്ക്ഡൌൺ ചെയ്യുകയും ആരെയും പുറത്തു പോകാനോ ഉള്ളിൽ പ്രവേശിക്കാനോ അനുവദിക്കാതിരിക്കുകയും ചെയ്തു. FBI സംഘം സ്ഥലത്തെത്തി സീക്രട്ട് സർവീസുമായി ചേർന്ന് അന്വേഷണം ആരംഭിച്ചതായും നിലവിൽ സ്ഥിതിഗതികൾ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാണെന്നും FBI ഡയറക്ടർ കാഷ് പട്ടേൽ പറഞ്ഞു. പ്രദേശത്തെ സുരക്ഷ ഉറപ്പാക്കിയ ശേഷം വൈറ്റ് ഹൌസിലെ ലോക്ക്ഡൌൺ പിന്നീട് പിൻവലിക്കുകയും ചെയ്തു. വൈറ്റ് ഹൌസിന് പുറത്ത് അതീവ സുരക്ഷാ മേഖലയിൽ പരിഭ്രാന്തി സൃഷ്ടിച്ച വെടിവെപ്പിന്റെ കൂടുതൽ നിർണായക വിവരങ്ങൾ US സീക്രട്ട് സർവീസ് പുറത്തുവിട്ടു. വൈറ്റ് ഹൌസ് സുരക്ഷാ സേനയുടെ പോസ്റ്റിന് സമീപത്തേക്ക് നടന്നു നീങ്ങിയ അക്രമി പെട്ടെന്ന് തന്റെ കൈവശമുണ്ടായിരുന്ന ബാഗിൽ നിന്നും മാരകായുധം പുറത്തെടുത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർക്കു നേരിട്ട് വെടിയുതിർക്കുകയായിരുന്നു എന്ന് സീക്രട്ട് സർവീസ് ഔദ്യോഗിക പ്രസ്താവനയിലൂടെ സ്ഥിരീകരിച്ചു. അക്രമി പെട്ടെന്ന് നടത്തിയ വെടിവെപ്പിൽ വൈറ്റ് ഹൌസ് സുരക്ഷാ ഏജന്റുമാർക്കോ മറ്റ് ഉദ്യോഗസ്ഥർക്കോ യാതൊരുവിധ പരിക്കുകളും സംഭവിച്ചിട്ടില്ലെന്നും സുരക്ഷാ വിഭാഗം വ്യക്തമാക്കി.